അടുത്തിടെയായി കേരളത്തിലെ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാനില്ല എന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പണ്ടൊക്കെ പുരം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളെന്ന് പറയാറുണ്ട്. ഇന്ന് നേരെ തിരിഞ്ഞു. ഇന്ന് പുരുഷന്മാരാണ് കേരളത്തിൽ പുരം നിറഞ്ഞ് മച്ചും പൊളിച്ച് പല വീടുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ക്ഷാമം കാരണം ആണുങ്ങളെ സ്ത്രീകൾക്ക് വാടകയ്ക്കെടുക്കേണ്ടി വന്നാലോ? പുരുഷന്മാരെ കിട്ടാനില്ലാതെ സ്ത്രീകൾ വാടകയ്ക്ക് പോലും പുരുഷന്മാരെ തേടുന്നു. വിശ്വാസം വരുന്നില്ലല്ലേ? എന്നാൽ അങ്ങനെ ഒരു രാജ്യമുണ്ട്. യൂറോപ്യൻ രാജ്യമായ ലാത്വിയയിലാണ് പുരുഷന്മാർക്ക് വൻ ഡിമാൻഡുള്ളത്. റെന്റഡ് ഹസ്ബൻഡ് അഥവാ വാടക ഭർത്താവ് എന്നൊരു സേവനം ഇന്ന് ലാത്വിയയിൽ നിലവിലുണ്ട്. വീട്ടുജോലികൾക്കും അറ്റകുറ്റപ്പണികൾക്കുമാണ് ഈ സേവനം സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. 1 മണിക്കൂറത്തേക്ക് ഭർത്താവ്, ഹസ്ബൻഡ് ഫോർ ആൻ അവർ, അല്ലെങ്കിൽ സ്വർണ്ണക്കൈയുള്ള പുരുഷന്മാർ, മെൻ വിത്ത് ഗോൾഡൻ ഹാൻഡ്സ് എന്ന പേരിലൊക്കെയാണ് ഈ സേവനം അറിയപ്പെടുന്നത്. ഇത് തികച്ചും വാണിജ്യപരമായ സേവനമാണ്. അതിൽ വൈകാരികമായോ സാമൂഹികമായോ ആയ അടുപ്പങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഓൺലൈനായോ ഫോൺ വഴിയോ സ്ത്രീകൾക്ക് ഈ സേവനം ബുക്ക് ചെയ്യാം. ഇതിനായി പ്രത്യേക ആപ്പുകളുമുണ്ട്. ഇങ്ങനെ ബുക്ക് ചെയ്ത് ലഭിക്കുന്ന ആണുങ്ങൾ വീട്ടിലെ പ്ലംബിംഗ് ജോലികൾ, അറ്റകുറ്റപ്പണികൾ, മരപ്പണി, പെയിന്റിംഗ്, അലങ്കാരപ്പണികൾ, TV ഇൻസ്റ്റോളേഷൻ, മറ്റു പൊതുവായ ജോലികളൊക്കെ ചെയ്തു തരും. എന്തുകൊണ്ടാണ് ലാത്വിയയിൽ ഇങ്ങനെയുള്ള വാടക ഭർത്താക്കന്മാർ സേവനം നിലവിൽ വന്നതെന്നറിയാമോ? സ്ത്രീ പുരുഷ അനുപാതത്തിൽ വലിയ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇത്തരമൊരു രീതി ഇവിടെ വന്നത്. ജനസംഖ്യാപരമായി പുരുഷന്മാരെക്കാൾ ഏകദേശം 15.5% സ്ത്രീകളാണ് ലാത്വിയയിലുള്ളത്. പ്രായം കൂടുന്തോറും ഈ അന്തരം വർദ്ധിക്കുകയും ചെയ്യുന്നു. 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ പുരുഷന്മാരുടെ ഇരട്ടിയാണ് ഇവിടെ ഉള്ളത്. പുകയിലെയും മദ്യപാനവും കാരണം പുരുഷന്മാരുടെ ആയുർദൈർഘ്യം കുറവാണെന്ന് വിദഗ്ധർ പറയുന്നു. പുരുഷന്മാരിൽ 31% പുകവലിക്കുന്നവരാണ്. സ്ത്രീകളിൽ ഈ കണക്ക് 10%. പുരുഷന്മാരെക്കാൾ 11 വർഷം കൂടുതൽ സ്ത്രീകൾക്ക് ഇവിടെ ആയുസുണ്ടെന്നാണ് കണക്ക്. അമിതവണ്ണത്തിലും ലാത്വിയയിൽ പുരുഷന്മാരാണ് കൂടുതൽ. അപകടകരമായ ഡ്രൈവിംഗും പുരുഷന്മാരുടെ ജനസംഖ്യ കുറയ്ക്കുന്നതിന് ഒരു കാരണമാണ്. രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നതിൽ 80%-ലധികവും പുരുഷന്മാരാണ്. ഇതുകൊണ്ടൊക്കെയാണ് വീട്ടുജോലികളിൽ സഹായത്തിനായും കഠിനമായ ജോലികൾ ചെയ്യാനും സ്ത്രീകൾക്ക് ആണുങ്ങളെ വാടകയ്ക്കെടുക്കേണ്ടി വന്നത്. ഉയർന്ന വിദ്യാഭ്യാസവും ആയുർദൈർഘ്യവുമുള്ള ലാത്വിയൻ സ്ത്രീകൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും പുരുഷന്മാരെ പങ്കാളികളായി തിരഞ്ഞെടുത്ത് രാജ്യം വിടുന്ന പ്രവണതയും ഇവിടെയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.